Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിക്കേഷനെ 5 തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇൻട്രാപേഴ്സണൽ, ഡ്യാഡിക്, സ്മാൾ ഗ്രൂപ്പ്, പബ്ലിക് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷനിലെ ടെക്നിക്സ്, അതായത് കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആക്കുന്ന ടെക്നിക്സ്, സ്കിൽസ് എന്തൊക്കെയാണ്. ലെറ്റ് us now move on to the techniques of communication. ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നിക്സിലേക്ക് എന്തെല്ലാം ടെക്നിക്സ് ആണ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ അതിലേക്ക് മൂവ് ചെയ്യാണ്. കാരണം ഇന്ന് നമ്മൾ എടുക്കുന്നത് അതാണ്. There are certain techniques that would make communication effective. കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആക്കുന്ന ചില ടെക്നിക്സ് ഉണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന, എന്നാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഗുണകരമാകും. There are some qualities that help in bettering communication skills. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ബെറ്റർ ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്മളുടെ സ്കില്ല്, നമ്മളെ കഴിവിനെ നന്നാക്കുന്ന, ഡെവലപ്പ് ചെയ്യുന്ന ചില കഴിവുകളുണ്ട്, ചില ക്വാളിറ്റീസ് ഉണ്ട്. എന്താണ് അവയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ ഇഫ് യു ഇൻകോർപ്പറേറ്റ് ദീസ് ഇൻ ടു യുവർ ഡെയിലി ലൈവ്സ്. ഈ കഴിവുകൾ, ഈ സ്കിൽസ് അല്ലെങ്കിൽ ഈ ക്വാളിറ്റീസ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. എന്താ കാരണം, നമ്മളെ ദൈനംദിന ജീവിതം എന്ന് പറയുമ്പോൾ, നമ്മളെ നിത്യജീവിതം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമ്മളെ ജീവിതം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. നമ്മളൊരു ദിവസത്തെ ജീവിതത്തിൽ സംസാരമില്ലാത്ത ദിവസങ്ങൾ, സമയങ്ങൾ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ക്വാളിറ്റീസ് നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫ്സിൻ്റെ ഭാഗമാക്കണം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് 8 കാര്യങ്ങളാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ ബെറ്റർ ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന 8 ക്വാളിറ്റീസ് ആണുള്ളത്. ഒന്നാമത്തേത് ഡെവലപ്പ് ക്യൂരിയോസിറ്റി എന്നുള്ളതാണ്. ഡെവലപ്പ് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക. ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ജിജ്ഞാസ വർദ്ധിപ്പിക്കുക. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആകാംക്ഷ, അതായത് ജിജ്ഞാസ എന്ന് പറയും, അത് വർദ്ധിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക. ദ അഡേജ് എന്ന പഴഞ്ചൊല്ല്, ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്യൂരിയോസിറ്റി കിൽസ് ദ കാറ്റ്, അതായത് അറിയാനുള്ള ആകാംക്ഷ പൂച്ചയെ കൊല്ലുന്നു. ഇത് പഴഞ്ചൊല്ലാണ്. ഈ പഴഞ്ചൊല്ലിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിതമായിട്ടുള്ള ആകാംക്ഷ നമുക്ക് ആപത്താണെന്നാണ് ഇതിൻ്റെ മലയാള അർത്ഥം. അമിതമായ ആകാംക്ഷ, ഇത് എന്താണെന്ന് ഇങ്ങനെ അറിയാഞ്ഞിട്ടുള്ള ആ ഒരു ത്വര, അത് നമുക്ക് നല്ലതല്ല എന്നുള്ള ഈ പഴഞ്ചൊല്ല് എന്ത് ചെയ്യരുത്, ഡസ് നോട്ട് അപ്ലൈ ടു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, അതായത് അമിതമായ ജിജ്ഞാസ നമുക്ക് ആപത്ത് വരുത്തുന്നു. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ശരിയല്ല, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ എന്ത് വേണം, ജിജ്ഞാസ വേണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ഈ പഴഞ്ചൊല്ലിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യരുത്. ഹിയർ ഇറ്റ് ഈസ് എ ഗുഡ് ക്വാളിറ്റി വിച്ച് ഹെൽപ്സ് ഇൻ ദി സ്മൂത്ത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ക്യൂരിയോസിറ്റി എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റിയാണ്. അത് കമ്മ്യൂണിക്കേഷൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ അല്ലെങ്കിൽ റണ്ണിങ്, നല്ല രീതിയിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ആ കമ്മ്യൂണിക്കേഷന് ഈ ക്യൂരിയോസിറ്റി വേണം. ഒബ്സർവ് ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആൻഡ് ലേൺ ഹൗ ദേ പുട്ട് അക്രോസ് ഇൻഫോർമേഷൻ ഇൻ മോസ്റ്റ് ഇഫക്റ്റീവ് മാനർ. നമ്മൾ പലപ്പോഴും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സിനെ കാണുമ്പോൾ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ രീതികളും അവരുടെ ടെക്നിക്സും അവരുടെ സ്റ്റൈലും നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ അവരെ കണ്ടുപഠിക്കുക, അവരെ ഒബ്സർവ് ചെയ്യുക. നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സിന് നമ്മൾ ഒബ്സർവ് ചെയ്യുക, നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണ്, ഹൗ ദേ പുട്ട് അക്രോസ് ഇൻഫോർമേഷൻ ഇൻ മോസ്റ്റ് ഇഫക്റ്റീവ് മാനർ, വളരെ ഫലപ്രദമായിട്ട് അവരെങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്.
ലിസൺ ആക്റ്റീവ്ലി വെൻ പീപ്പിൾ ടോക്ക് ടു യു. ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് അവരെ ശ്രദ്ധിക്കാം. ഒരിക്കലും നമ്മൾ ഉദാസീനരായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഫറൻറ്റ്, ദാറ്റ് മീൻസ് വിത്തൗട്ട് ഇൻട്രസ്റ്റ്, താല്പര്യമില്ലാതെ അലസരായിട്ട് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അലസരായിട്ട് നമ്മൾ താല്പര്യമില്ലാത്തൊരു രീതിയിൽ നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. റീഡ് എ ലോട്ട് ടു ഹാവ് എ ജനറൽ ഐഡിയ ഓഫ് ടോപ്പിക്സ് വിച്ച് വുഡ് ഹെൽപ്പ് വൈഡൻ യുവർ പെർസ്പെക്റ്റീവ്സ്. അതായത് നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയോ എഴുതുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ എന്തായിക്കോട്ടെ, ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ധാരാളമായിട്ട് വായിക്കാം. റീഡ് എ ലോട്ട് അബൌട്ട് ദ ടോപ്പിക്. ആ ടോപ്പിക്കിനെ കുറിച്ച് ധാരാളമായിട്ട് വായിക്കാം. ഒരുപാടായിട്ട് എന്ത് ചെയ്യാം, ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് വായിക്കാം. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക് എന്താണോ, നിങ്ങൾ എഴുതുന്ന ടോപ്പിക് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക് ആയിക്കോട്ടെ, ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, നിങ്ങളുടെ ധാരണ ഒരുപാട് വർദ്ധിക്കും. നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ ഒരുപാട് സംസാരിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ പോയിന്റാണ് ഡിസ്പ്ലേ എൻതൂസിയാസം, ആവേശം. എൻതൂസിയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആവേശം കാണിക്കുക. അതായത് ആവേശം എന്ന് പറയുമ്പോൾ ഭയങ്കര താല്പര്യം. നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടിരിക്കുക. അപ്പോൾ അവർ നമ്മളോട് കൂടുതൽ സംസാരിക്കും. അവർക്ക് നമ്മളോട് ഒരുപാട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. കാരണം ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യം അവരിൽ ജനിപ്പിക്കാം. അങ്ങനെ ജനിപ്പിക്കണമെങ്കിൽ നമ്മൾ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഇരിക്കുക, നല്ല ആവേശത്തോടു കൂടി ഇരിക്കുക. എന്താ ഇയാൾ ഇങ്ങനെ ഇരിക്കണമെന്ന് സംസാരിക്കുന്ന ആൾക്ക് തോന്നരുത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലാസ്സിൽ കുട്ടികൾ, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നല്ല ഉത്സാഹത്തോടെ, ദാറ്റ് ഈസ് എൻതൂസിയാസം, നല്ല ഉത്സാഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ ചിലപ്പോൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ കൂടി എക്സ്ട്രാ, ആ ടോപ്പിക്കുമായിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ടീച്ചർ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തും. അപ്പോൾ ആ രീതിയിൽ എൻതൂസിയാസ്റ്റിക് ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ ഇരിക്കാം. അപ്പോൾ എൻതൂസിയാസം ഡിസ്പ്ലേ ചെയ്യാം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ കനോട്ട് ഹാപ്പൺ ഇഫ് ദ റിസീവർ ലുക്ക് അൺഇൻട്രസ്റ്റഡ്. അതായത് റിസീവർ എന്നോട് സംസാരിക്കുമ്പോൾ റിസീവർ ഞാനാണ്. ഈ ഞാനെന്ന് പറയുന്ന വ്യക്തി അൺഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരുന്നാൽ, ഒട്ടും താല്പര്യമില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും നടക്കില്ല. ഡു നോട്ട് കീപ് പോക്കർ ഫേസ്. ഒരിക്കലും നമ്മൾ താല്പര്യമില്ലാത്ത ഉദാസീനമായിട്ടുള്ള ആ മുഖഭാവം നമ്മൾ കാണിക്കരുത്. അപ്പിയർ എൻതൂസിയാസ്റ്റിക്, ഉത്സാഹത്തോടു കൂടി ഇരിക്കുക. നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമായിക്കോട്ടെ, നമ്മളെ മുഖഭാവം എന്ന് പറയുന്നത് എൻതൂസിയാസ്റ്റിക് ആയിരിക്കണം, ഉത്സാഹമായിരിക്കണം. ഇറ്റ് എൻകറേജസ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖത്തുള്ള ഒരു എൻതൂസിയാസം എന്ത് ചെയ്യും, നമ്മളോട് സംസാരിക്കുന്ന ആളെ എൻകറേജ് ചെയ്യും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ആരെ? സ്പീക്കർ ടു കമ്മ്യൂണിക്കേറ്റ്. സംസാരിക്കുന്ന ആൾക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ ഒരു താല്പര്യം, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യും, ആവേശം ഉണ്ടാക്കും. യുവർ ബോഡി ലാംഗ്വേജ് ഷുഡ് ഷോ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം? നമ്മളെ ബോഡി ലാംഗ്വേജ്, നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതുപോലെ തന്നെ നമ്മളുടെ അത്തരം കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ പ്രധാന ബോഡി ലാംഗ്വേജ് പ്രധാനമായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ എങ്ങനെ കഴിയാം? ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതിൽ എനിക്ക് താല്പര്യമുണ്ടോ എന്നയാൾ മനസ്സിലാക്കുന്നത് ഐ കോണ്ടാക്ട്. ഞാൻ എവിടെ നോക്കുന്നു, എന്നോടൊരാൾ സംസാരിക്കുകയാണ്, ഞാൻ അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ നാല് പുറം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു, കുറേ മുകൾക്ക് നോക്കുന്നു, കുറേ താഴത്തേക്ക് നോക്കുന്നു, നാല് പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. അതിനർത്ഥം ആ സംസാരം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം അത്തരത്തിൽ നമ്മൾ പെരുമാറാതിരിക്കാം. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അയാളെ മുഖത്തേക്ക് നോക്കുക, അയാളെ കണ്ണിലേക്ക് നോക്കുക. അതുകൊണ്ട് അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്, മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ മുഖത്തേക്ക് നോക്കുക. ഇറ്റ് ഈസ് ഗുഡ് if you ask open-ended questions that prompt the asker to communicate, prompt the speaker to communicate more. നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരത്തിന് ആവേശം ജനിപ്പിക്കാൻ വേണ്ടി
അയാൾക്ക് അയാളുടേതായ മറുപടികൾ നൽകാവുന്ന. എന്നാൽ ചില ചോദ്യങ്ങൾ ഉണ്ടാവും, ആ ചോദ്യങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നിശ്ചിതമായ ഉത്തരങ്ങൾ മാത്രമേ നൽകാൻ കഴിയൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, എന്നോട് എൻ്റെ പേര് ചോദിക്കുകയാണ്, അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അല്ല. എൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ലിമിറ്റഡ് ആൻസർ ആണ്, ജസ്റ്റ് വൺ ആൻസർ, എൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ നൽകാൻ ഒരുപാട് ഫ്രീഡം ഉള്ള അത്തരം ക്വസ്റ്റ്യൻസ്, ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ഓപ്പൺ എൻഡഡ്. സാധാരണ ഇത്തരം ക്വസ്റ്റ്യൻസ്, ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ജനറൽ ആയ ക്വസ്റ്റ്യൻസ് ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില പ്രസംഗങ്ങളിൽ പ്രസംഗിക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കും, അല്ലേ, 1947 എന്തുണ്ടായി, 1985 എന്തുണ്ടായി, ഇവർ മറുപടി പറയില്ല. അപ്പൊ ഇത്തരത്തിൽ പൊതുവെ ഉത്തരം ആവശ്യമില്ല അത്തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഒരു സംസാരത്തെ ഒന്ന് ആക്റ്റീവ് ആക്കുക, സംസാരത്തെ ലൈവ് ആക്കുക, സംസാരത്തിനൊരു ജീവൻ നൽകുക. അപ്പൊ ഇതിനു വേണ്ടി ചില ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പീക്കറോട് ചോദിക്കാം. അപ്പൊ നമ്മളോട് സംസാരിക്കാനുള്ള അയാളുടെ ആവേശം ഒന്നുകൂടി വർദ്ധിക്കും. ദെൻ മൂന്നാമത്തേത് ബി എംപതറ്റിക്. നമ്മൾ എംപതറ്റിക് ആവുക, സിമ്പതറ്റിക് അല്ല, എംപതറ്റിക്. അപ്പൊ അതെന്താണ്? എംപതറ്റിക് എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പ കാണിക്കാം. അതായത് ഒരു കാര്യം നമ്മളോട് ഒരാള് അയാളുടേതായ വിഷയം നമ്മളോട് പറയുമ്പോൾ ആ വിഷയം നമ്മൾ അനുഭവിക്കുന്ന ഒരു മനസ്ഥിതി കാണിക്കാം, ആ ഒരു ഫീല് നമ്മൾ കാണിക്കാം. അതായത് സഹതാപമല്ല. എംപതി ഈസ് ബെറ്റർ ഫീലിംഗ് ദാൻ സിമ്പതി. ഒരാളോട് കാണിക്കേണ്ട സഹതാപമല്ല. അതായത് ആ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ റിയലി എന്ത് ഫീൽ ചെയ്യും, ആ ഒരു എക്സ്പ്രഷൻ നമ്മളത് ഉൾക്കൊള്ളാം. ഇറ്റ് പ്ലേസസ് വൺ ഇൻ ദ ഷൂസ് ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരുത്തന്റെ ഷൂസിൽ നമ്മൾ കാല് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് എംപതി. വെൻ യു ആർ എംപതറ്റിക്, നിങ്ങൾ ഒരാളോട് എംപതറ്റിക് ആവുമ്പോൾ, ഈ ഒരു സഹാനുഭൂതി കാണിക്കുമ്പോൾ, യു വിൽ ഹാവ് ദ എബിലിറ്റി ടു ഫീൽ എ പേഴ്സൺസ് ഫീലിങ്സ് ആസ് യുവർ ഓൺ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരാളോട് എംപതറ്റിക് ആകുമ്പോൾ അയാളുടെ ഫീലിങ്സ് നമുക്ക് നമ്മുടെ ഫീലിങ്സ് ആയിട്ട്, അത് യഥാർത്ഥമായിട്ട് നമ്മൾ അതിനെ അനുഭവിക്കുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം, ഇത് കമ്മ്യൂണിക്കേഷനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുന്നു. കമ്മ്യൂണിക്കേഷന്റെ കാര്യശേഷി ഇവിടെ വർദ്ധിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഫലവത്താകുന്നു. ഈഗോ സസ്പെൻഷൻ ഓർ റിമൂവിങ് ദ ഫീലിംഗ് ഓഫ് ഐ ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് ഞാൻ എന്ന ഭാവം, അത് എന്തിൻ്റെ ഭാവമാണ്? അഹങ്കാരത്തിൻ്റെ ഭാവം. ആ ഭാവം കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും നല്ലതല്ല. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഞാൻ എന്ന ഭാവം, അഹങ്കാരത്തിൻ്റെ സ്വരം നമ്മൾ റിമൂവ് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. ആസ് ഇറ്റ് ഈസ് കമ്പൈൻഡ് എഫേർട്ട്, ദ അതർ പേഴ്സൺ ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്കുള്ളതല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് ആണ്, അല്ലെ? ആളുകൾ ചേരുമ്പോൾ ചുരുങ്ങിയത് രണ്ടാളുകളെങ്കിലും ചേരണം, അല്ലേ? നമ്മൾ ഒരാൾ ചേരുമ്പോൾ ഇൻട്രാപേഴ്സണൽ ഉണ്ടെങ്കിലും, അതായത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ടാൾ വേണം, ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് സംസാരിക്കുന്ന മറ്റൊരാൾ, സ്പീക്കർ ഓർ റിസീവർ, അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ റിസീവറെയും അതുപോലെ തന്നെ റിസീവർ സ്പീക്കറെയും പരിഗണിക്കണം. കമ്മ്യൂണിക്കേഷനിൽ രണ്ടാളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. മിററിംഗ് ഈസ് എ ഗുഡ് ടെക്നിക് ടു ഫോളോ ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് മിററിങ്. മിററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയേണ്ടതായിരിക്കും, മിററിൽ നോക്കി കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാം. Subtly imitating the gestures of the speaker would help in better communication. അതായത് സ്പീക്കറുടെ ജെസ്റ്റേഴ്സ് എന്ത് ചെയ്യാം? Imitating the gestures of the speaker would help in better communication. സ്പീക്കറുടെ ജെസ്റ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അനുകരിക്കുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ നന്നാക്കും, കമ്മ്യൂണിക്കേഷനെ ബെറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്താൽ മതിയാണ്? സൂക്ഷ്മമായിട്ട്, കാരണം വളരെ ഓവറായിട്ട് എന്ത് ചെയ്യണ്ട, അനുകരിക്കണ്ട. ദെൻ
സൈലൻസ് ഈസ് എ വൈറ്റൽ എലമെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് സൈലൻസ് എന്നുള്ളത്. അതായത് മിണ്ടാതിരിക്കുക. ഇപ്പൊ രണ്ടുപേര് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇടയിൽ കയറിയിട്ട് സംസാരിക്കാതിരിക്കാം, ഞാൻ റിസീവർ ആയിട്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കാം, എൻ്റെ സ്പീക്കർക്ക് കൂടുതൽ എന്നോട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സൈലൻസിന് കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രാധാന്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ പ്രോപ്റ്റ് മോർ വേർഡ്സ് ഔട്ട് ഓഫ് ദി അതർ പേഴ്സൺ. എന്നോട് ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ അയാൾ സംസാരിക്കുന്നത് മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീക്കറുടെ വായിൽ നിന്നും കൂടുതൽ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ പറയാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ കൂടി ഞാനിങ്ങനെ സൈലന്റ് ആയിട്ട് വളരെ അറ്റൻറ്റീവ് ആയിട്ട്, വെറും സൈലന്റ് ആയ മാത്രം പോരാ, വളരെ അറ്റൻറ്റീവ് ആയിട്ട് വളരെ എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് ഞാൻ അയാളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അയാൾക്ക് എന്നോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നും, എൻ്റെ ആ ഒരു ശ്രദ്ധ കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കറിൽ നിന്നും കൂടുതൽ വാക്കുകൾ നമുക്ക് ലഭിക്കും. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ഹോണസ്റ്റി എന്നുള്ളതാണ്. സത്യസന്ധത കാണിക്കാം, നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കാം. സ്പീക്കർ ആണെങ്കിലും ശരി, ലിസണർ ആണെങ്കിലും ശരി. സ്റ്റേയിങ് ഹോണസ്റ്റ് ടു വൺസ് ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻ ഹെൽപ്സ് ഇൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരാളുടെ ഫീലിങ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനോട് സത്യസന്ധത കാണിക്കുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്നു. പീപ്പിൾ ടെൻഡ് ടു ലൈക്ക് ഹോണസ്റ്റ് പീപ്പിൾ ആൻഡ് there would be an effortless flow of information when the participants involved are honest. പൊതുവെ സത്യസന്ധരായിട്ടിരിക്കുന്ന ആളുകളെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ സത്യസന്ധരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസം നമ്മളെ സ്പീക്കറിൽ നിന്നും ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കും. കാരണം വളരെ സത്യസന്ധമായിട്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യത്തിൽ, അയാളുടെ അഭിപ്രായങ്ങളിൽ, അയാളുടെ ഫീലിങ്സിൽ, അയാളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതെ വളരെ സത്യസന്ധമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതും അതിനപ്പുറം കാര്യങ്ങൾ അയാളിൽ നിന്നും നമുക്ക് ലഭിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യണമെങ്കിൽ അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന പാർട്ടിസിപ്പൻസ് എല്ലാം ഹോണസ്റ്റ് ആയിരിക്കണം. അതൊരു ഘടകമാണ്. അഞ്ചാമത്തേത് പോളിഷ് സെൻസ് ഓഫ് ഹ്യൂമർ. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. സ്പീക്കർക്കും ലിസണർക്കും സെൻസ് ഓഫ് ഹ്യൂമർ, നർമ്മബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. ഗുഡ് ഹ്യൂമർ സെൻസ് ഈസ് ഓൾവേസ് വെൽക്കം ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് നല്ല ഹ്യൂമർ എന്നുള്ളത്, നല്ല നർമ്മം അല്ലെ, സംസാരിക്കുമ്പോൾ നല്ല തമാശകൾ എന്തായിക്കോട്ടെ അത് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. അതൊരു റിലീഫാണല്ലോ, ഒരാശ്വാസമല്ലേ. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ നല്ല ഹ്യൂമറിന്, നർമ്മത്തിന് സ്ഥാനമുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് യുവർ ജോക്സ് ആർ പൊളിറ്റിക്കലി കറക്റ്റ്, സ്യൂട്ടബിൾ ടു ദ ഒക്കേഷൻ ആൻഡ് ഹാംലെസ്. പക്ഷേ നമ്മൾ തമാശ പറയുമ്പോൾ, ജോക്ക് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന തമാശ, എന്തെങ്കിലും ജോക്ക് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ്, നമ്മൾ പറയുന്ന തമാശ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒന്ന്, അത് കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തേത് സ്യൂട്ടബിൾ ടു ദ ഒക്കേഷൻ. നമ്മൾ ഏത് സാഹചര്യത്തിലാണോ പറയുന്നത് ആ സാഹചര്യത്തിന് യോജിച്ച തമാശ പറയണം. അല്ലെങ്കിൽ കേൾക്കുന്ന ആളുടെ വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹാംലെസ് ആയിരിക്കണം. അതായത് നമ്മളൊരു തമാശ പറയുമ്പോൾ ആ തമാശ പറയുന്ന നമുക്കോ കേൾക്കുന്ന ലിസണർക്കോ അല്ലെങ്കിൽ റിസീവർക്കോ ദോഷമാവരുത്, ഉപദ്രവം ഉണ്ടാവുന്നത് പറയരുത്. അപ്പൊ ഈ രീതിയിൽ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള തമാശകൾ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തത് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ്. നമ്മൾ പോസിറ്റീവ് ആയിരിക്കാം. എന്താണ് പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഹാവ് എ
ജനറൽ സെൻസ് ഓഫ് പോസിറ്റിവിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പോസിറ്റിവിറ്റിയെ കുറിച്ചൊരു ധാരണ വേണം. എന്താണ് പോസിറ്റിവിറ്റി, എങ്ങനെയാണ് പോസിറ്റീവ് ആവുക? അപ്പൊ നമ്മൾ പോസിറ്റീവ് ആവുക എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൈൽ, എന്താണ്, ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം പറ്റും. കാരണം നമുക്കറിയാവുന്നതാണ് ചിരിക്ക് പല പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരിയാണ്, അല്ലെ? ഒരു ഒതുങ്ങിയ ചിരി. ഒരിക്കലും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വായു പൊളിച്ചിരുന്ന് ചിരിക്കാൻ പാടില്ല. അപ്പൊ അയാൾക്ക് തോന്നും അയാളെ കളിയാക്കുകയാണെങ്കിൽ അയാൾ ആക്കി ചിരിക്കാന്ന് തോന്നും. അപ്പൊ നമ്മൾ സാഹചര്യം നോക്കി എന്ത് ചെയ്യണം, ചിരിക്കണം. ആ പോസിറ്റീവ് ആവാന്ന് പറയുമ്പോൾ ചിരി മാത്രമല്ല, അതിൽ ഒരു ഘടകം മാത്രമാണ്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എൻതൂസിയാസ്റ്റിക് ആവുക, അതുപോലെ തന്നെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതെല്ലാം പോസിറ്റീവിന്റെ ഭാഗമാണ്. അതിലൊന്നാണ് ചിരിക്കുക എന്നുള്ളത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കുന്നത് കൊണ്ട് ആസ് ഇറ്റ് മേക്സ് യു മോർ അപ്രോച്ചബിൾ, നമ്മൾ അത്തരം ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അപ്രോച്ചബിൾ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അടുക്കാൻ, നമ്മുടെ അടുത്തേക്ക് വരാൻ, നമ്മളോട് സംസാരിക്കാൻ ആളുകൾക്ക് ഒരു താല്പര്യം ജനിക്കും. അതായത് എപ്പോഴും നമുക്കൊരു എൻഗേജിങ് ആയ പേഴ്സണാലിറ്റി. കാരണം അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഒരു ചിരിക്കുന്ന മുഖഭാവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരു ഗൗരവം നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. സ്ട്രെസ് മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റേയിങ് പോസിറ്റീവ്. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കാനുള്ള മറ്റൊരു കാര്യമാണ് എന്ത്, സ്ട്രെസ് മാനേജ് ചെയ്യുക. ഒരിക്കലും നന്നായിട്ട് സ്ട്രെസ് ഉള്ള ഒരാൾ, മാനസികമായിട്ട് നല്ല ടെൻഷൻ, മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയില്ല. അയാളുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ വരില്ല. അയാളുടെ മുഖം എപ്പോഴും എന്തായിരിക്കും, ഗ്ലൂമി ആയിരിക്കും. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, സ്ട്രെസ് മാനേജ് ചെയ്യുക. സ്ട്രെസ് ഒഴിവാക്കുക അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാതിരിക്കുക എന്നല്ല. സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ സാധ്യമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ടു മാനേജ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ ശ്രമിക്കാം. ഏഴാമത്തേത് ഗിവ് ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി. നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും എന്താണെങ്കിലും അതിൽ ക്ലാരിറ്റിക്ക് പ്രാധാന്യം നൽകുക. ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി. ക്ലാരിറ്റി മീൻസ് ക്ലിയർനെസ് ഓർ വ്യക്തത. പറയുന്ന കാര്യം വ്യക്തമായിരിക്കണം. വ്യക്തത ഇല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാണ് ഏറ്റവും നല്ലത്. യുവർ മെസ്സേജസ് ഷുഡ് ബി ക്ലിയർ. നിങ്ങളുടെ മെസ്സേജുകൾ വ്യക്തമായിരിക്കണം. ദർ ഷുഡ് ബി എനി സ്കോപ്പ് ഓഫ് ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യത ഉണ്ടാക്കാതിരിക്കുക. എപ്പോഴാണ് തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ് വരിക? നമ്മളുടെ മെസ്സേജ്, നമ്മൾ പറയുന്ന കാര്യം വ്യക്തമല്ലെങ്കിൽ, നമ്മൾ പറയുന്നതിൽ വ്യക്തത ഉണ്ടായില്ലെങ്കിൽ മിക്കവാറും നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിസീവറിൽ സംശയങ്ങൾ ജനിപ്പിക്കും. അതെന്തിന് കാരണമാവും? തെറ്റിദ്ധാരണ ഉണ്ടാവുന്നതിന് കാരണമാകും. അടുത്തത് എട്ടാമത്തേത്, ലാസ്റ്റത്തേതാണ് കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ് എന്നുള്ളതാണ്. കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ്. നമ്മൾ സംസാരിക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. ഇൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വാട്ട് യു ഡോണ്ട് സേ ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പറയാത്തതിനും നിങ്ങൾ സംസാരിക്കാത്ത, നിങ്ങൾ എന്താണോ പറയാതിരുന്നത് അതിനും പ്രാധാന്യമുണ്ട്. നമുക്കറിയാം നമ്മളുടെ നിശബ്ദതയ്ക്കും അർത്ഥങ്ങളുണ്ട്. യുവർ ചോയ്സ് ഓഫ് വേർഡ്സ് ഷുഡ് ബി പെർഫെക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, സംസാരിക്കുകയാണെങ്കിലും ശരി എഴുതാണെങ്കിലും ശരി നിങ്ങൾ ചൂസ് ചെയ്യുന്ന വേർഡ്സ് പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് ആപ്റ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തിന്? അവോയ്ഡ് ഫില്ലർ വേർഡ്സ് ലൈക്ക് ഹോ, സോ, റൈറ്റ്. ഇതുപോലുള്ള ഫില്ലർ വേർഡ്സ്, അതായത് നമുക്കൊരു കമ്മ്യൂണിക്കേഷനിൽ സംസാരിക്കുമ്പോഴോ ആശയവിനിമയം വരുമ്പോഴോ അതിൻ്റെ ഒരു ദാരിദ്ര്യം വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, നമുക്ക് പറയാൻ കിട്ടാതെ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഫില്ലർ വേർഡ്സ്. ലൈക്ക് ഹോ, സോ, റൈറ്റ്. ഇതുപോലുള്ള ഫില്ലർ വേർഡ്സ് നമ്മൾ ഒഴിവാക്കുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ദാറ്റ് ഡിസ്റപ്റ്റ് ദി ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇത്തരത്തിൽ ഫില്ലർ വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോ, സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിനെ തടസ്സപ്പെടുത്തും. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്റർ. അപ്പം ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിക്കേഷനെ മെച്ചപ്പെടുത്തുന്ന, ഡെവലപ്പ് ചെയ്യുന്ന, ആ സ്കില്ലിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ 8 എണ്ണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ 8 എണ്ണം ഞാൻ ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ നൽകാം. സാധാരണ പറയുന്ന പോലെ എന്ത് ചെയ്യാം, നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ആവശ്യമുള്ളവരിലേക്ക്, സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.